ആപ്കി അദാലത്തിൽ ലോക് ജനശക്തി പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് ചിരാഗ് പാസ്വാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഓവർ ആംബീഷ്യസ് ആയ വ്യക്തിയാണെന്നുള്ളതാണ്. ചിരാഗ്, ഇപ്പോഴൊക്കെ നടക്കുന്ന താങ്കളുടെ പബ്ലിക് മീറ്റിംഗിൽ എങ്ങനെയുള്ള പാട്ടുകളാണ് ഇടുന്നെന്നുള്ളത് പബ്ലിക്കിനോട് പറയണം. സിംഹത്തിന്റെ മകനായ ചിരാഗിനെ ഈ ബീഹാറിന് മൊത്തം ആവശ്യമാണ്. ഇനി നമുക്ക് ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ കാണാം. വെറും 5 സീറ്റിൽ മാത്രം ഇലക്ഷനിൽ നിൽക്കുന്ന വ്യക്തി ബീഹാർ മൊത്തം മാറ്റിക്കാണിക്കുമെന്നാണ് പറയുന്നത്. 2 സീറ്റ് മാത്രം ഇരുന്ന പാർട്ടി ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് മെജോറിറ്റി ഗവൺമെന്റ് ഉണ്ടാക്കി ഭരണത്തിലിരിക്കുന്ന സമയത്ത് 5 സീറ്റിന് വിശ്വാസം വയ്ക്കുന്നത് തെറ്റല്ലല്ലോ. ഇപ്പോഴൊക്കെ നമ്മൾ തേജസ്വിയുടെ പബ്ലിക് മീറ്റിംഗ് കാണുന്ന സമയത്ത് ധാരാളം കൂട്ടം അവിടെ ചേരുന്നു. ആക്രോശമായ ഒരു ജനക്കൂട്ടമാണ് അവിടെ. ഇല്ല, ഇതൊക്കെ വളരെ നല്ല കാര്യമാണ്. എന്നെ സംബന്ധിച്ച് കുറേ വെറൈറ്റി കിട്ടും. പിന്നെ ഇത് നല്ല കാര്യം തന്നെയാണ്. എന്തൊക്കെയായാലും ജനങ്ങളുടെ മുന്നിലാണ്, ഞങ്ങൾ പബ്ലിക് ഡൊമൈനിലുമാണ്, എപ്പോഴും അവരുടെ ഒപ്പം തന്നെയാണ്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതും. അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഷൻ പറയുന്നു, ഞാൻ എൻ്റെ വിഷൻ പറയുന്നു. ഇവൻച്വലി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അവർക്കാരാ വേണ്ടെന്നുള്ളത്. ഇപ്പം ഞാനിത് പറഞ്ഞാൽ ഞാൻ രാഷ്ട്രീയം പറയാമെന്ന് പറയും, പക്ഷേ ഇതാണ് ഫാക്റ്റ്. അദ്ദേഹം എംഒയെ കുറിച്ച് സംസാരിക്കുക ഈ മതത്തിന്റെ പേരും വെച്ച് പിരിയുന്ന പോളിറ്റിക്സ് ആയിട്ട് അവർ പോകണോ, അതോ സൊസൈറ്റി ഒരുമിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ട് അവർക്ക് വരണോ? ഇതെല്ലാം കൂടെ അവരാണ് ചിന്തിക്കേണ്ടതും. മുസ്ലിംസ്, യാദവ്സ് എന്ന് പറഞ്ഞ് പിരിയുന്ന പോളിറ്റിക്സ് അവർക്ക് വേണോ, അതോ ബീഹാർ ഫസ്റ്റ്, ബീഹാരീസ് ഫസ്റ്റ് എന്നുള്ള രാഷ്ട്രീയമാണ് അവർക്ക് വേണ്ടതെന്ന്. അദ്ദേഹത്തിന്റെ പബ്ലിക് മീറ്റിംഗിൽ തേജസ്വി പാട്ടൊക്കെ പാടുന്നുണ്ട്. അതെ. താങ്കളുടെ മീറ്റിംഗിൽ റെക്കോർഡിംഗ് പാട്ടുകളാണ് പാടുന്നത്. പക്ഷേ അദ്ദേഹം സ്വയം പാടുകയാണ്. സത്യം ചെയ്തിട്ട് മറന്നിരിക്കുന്നു. മോദിജി, താങ്കൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ജനങ്ങൾ താങ്കൾക്കെതിരായിട്ട് തിരിയും, പിന്നെ സങ്കടപ്പെടും. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ പറയുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്ത് ഈ രാഷ്ട്രീയത്തിന്റെ നല്ല ഇതൊരു തന്നെ മാറ്റിക്കളഞ്ഞു, നാശപ്പെടുത്തി എന്ന് പറയാം. നിങ്ങൾ ഒരു പ്രദേശത്തിന് തലവനായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നാണ് വരുന്നതും, പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇതുവരെ 2 പേര് ചീഫ് മിനിസ്റ്ററും ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെയുള്ള ആ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒരു വലിയ പ്രദേശത്തിന്റെ തലവനായിട്ടിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ അതിനുള്ള ക്വാളിറ്റീസ് വേണം നിങ്ങൾക്ക്. നിങ്ങൾ ഇതുപോലത്തെ കാര്യമൊന്നും അത്ര എളുപ്പമായിട്ട് കരുതാൻ പാടില്ല. അല്ല, അദ്ദേഹം പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ വിലക്കയറ്റത്തിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല, തൊഴിലില്ലായ്മയെക്കുറിച്ചും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഇന്ന് തൊട്ട് ഒരു 10 വർഷത്തിന് മുമ്പ് നോക്കുമ്പോൾ നമ്മുടെ നാടിന്റെ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, അത് എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഒരിക്കലും നാളെ അറിയാൻ പോകുന്ന കാര്യമൊന്നും അല്ല. പക്ഷെ ഇന്ന് നമുക്ക് പ്രൗഡായിട്ട് പറയാം, നമ്മുടെ ഈ ഇന്ത്യ ലോകത്തിൽ വെച്ച് തന്നെ എക്കണോമിയിൽ 5th പ്ലേസിലാണ് ഉള്ളത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാൽ എക്കണോമിക് സ്റ്റാറ്റസ് എങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന്. പക്ഷെ നാടിൻ്റെ എക്കണോമി ഇത്രയും പവർഫുൾ ആയിട്ടിരിക്കുമ്പോൾ സ്റ്റേറ്റിൻ്റെ റവന്യൂ അധികമാകും. ഒരു സ്റ്റേറ്റിൻ്റെ റവന്യൂ കൂടുന്ന സമയത്ത് ആ പ്രദേശം തന്നെ നല്ലപോലെ വളർച്ചയാവും. പ്രദേശം തന്നെ വളരുന്ന സമയത്ത് ഒരുത്തൻ കഷ്ടപ്പെടുമ്പോൾ അവൻ്റെ കയ്യിൽ പോലും ഒരുപാട് ശമ്പളം വരും. പിന്നീട് പെർ ക്യാപിറ്റയുടെ ഇൻകവും അധികരിക്കും. ഇതാണ് നമ്മുടെ നാട്ടിന്റെ ഫൗണ്ടേഷൻ. ശരിക്കും പറയണമെങ്കിൽ ഇതുമൂലമാണ് നമ്മുടെ നാട്ടിനെ നമ്മൾ ശരിക്കും കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ കഴിയുള്ളൂ. അതിന്റെ ഒരു പ്ലാനിങ്ങുമാണിത്. എനിക്കറിഞ്ഞതുവരെ 2047 നമ്മുടെ ഇന്ത്യ നല്ലൊരു വളർച്ചയടഞ്ഞ നാടായിരിക്കണമെങ്കിൽ അതിനുവേണ്ടി ഈ ഫൗണ്ടേഷൻ നമ്മുടെ ഈ ചുറ്റിനുള്ള ആൾക്കാരും കുറച്ചുകൂടെ ബലം ഉണ്ടാക്കിയെടുക്കുക. അതായത് പവർഫുൾ ആണ്. ഇത് വളരെ എളുപ്പമാണ്. ഇതുവരെ ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്റർ പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു ടോയ്ലറ്റ് പണിയണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, നോട്ട് ഈവൻ ഫോർ മെൻ. ഓപ്പൺ സ്പേസിൽ പോകാനായിട്ട് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും സർ? ആരും അതിനുവേണ്ടി സർ ഒരു ടോയ്ലറ്റ് കെട്ടണമെന്ന് ആലോചിച്ചിട്ടില്ല. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ബേസിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ എന്തോരം ബലപ്പെടുത്തുവാൻ നോക്കണം. ഉജ്ജ്വല യോജന ഇന്ന് എല്ലാ ഗ്രാമത്തിലോട്ട് സിലിണ്ടറൊക്കെ പോയി ചേരുന്നുണ്ട്. അതായത് അടുപ്പും വിറകും ഒക്കെ അവർ യൂസ് ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ ശ്വാസത്തിനൊക്കെ പ്രശ്നം വരുന്നത്. ഇതെല്ലാം ഫണ്ടമെന്റൽ ആൻഡ് വളരെ ബേസിക്. നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാവേണ്ട ഒരു കാര്യമാണിത്. എന്റെ പ്രധാനമന്ത്രിയെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ നാട്ടിൽ എല്ലാവർക്കും ആവശ്യപ്പെടുന്ന ഒരു കാര്യം എല്ലാവർക്കും വേണ്ടി നല്ല രീതിയിൽ അത് ശരിയാക്കി എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന 5 വർഷത്തിൽ നമ്മൾ എക്കണോമിക് ലെവലിൽ നമ്മൾ 3ാമത്തെ സ്ഥാനത്തിൽ പോകുന്ന എനിക്ക് വിശ്വാസമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിലെ 25% ആൾക്കാരും പോവർട്ടി ലൈനിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാവോ സർ?
ഈ ഡേറ്റ ഒന്നും ഓത്തന്റിക് ഡേറ്റ അല്ല. അതായത് സർ, ഇത് ഞാനൊന്നും ക്രിയേറ്റ് ചെയ്ത് എടുത്തോണ്ടൊന്നല്ല. 25 കോടി ആൾക്കാരാണ് പോവർട്ടിന്ന് പുറത്തു വന്നത്. മികച്ച പ്രദേശം ഉണ്ടെങ്കിലല്ലേ നല്ലൊരു നാട് ക്രിയേറ്റ് ആവാൻ പറ്റത്തുള്ളൂ സർ. വളർന്ന ഒരു അസംബ്ലീസ് ഉണ്ടാവണം, വളർന്ന ഒരു ബ്ലോക്സ് ഉണ്ടാകണം. അതുകൊണ്ടാണ് സർ ബ്ലോക്ക് ഡെവലപ്ഡ് പഞ്ചായത്ത്, ബ്ലോക്ക് ഡെവലപ്ഡ് ഗ്രാമങ്ങൾ. ഇത് ഉദ്ദേശിച്ചാണ് നമ്മുടെ രാഷ്ട്രീയം ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഇതുപോലെ പാട്ട് പാടിക്കൊണ്ട് സ്പീച്ച് മാത്രം തരുന്ന ആർക്കും ഇതൊന്നും മനസ്സിലാവത്തില്ല സർ. അങ്ങനെയാണെങ്കിൽ ചിരാഗ് പാസ്വാന്റെ അംബീഷൻ എന്താണ്? ഈ പ്രാവശ്യവും മോദിജി ജയിക്കുകയാണെങ്കിൽ മിനിസ്ട്രിയിൽ ഏത് പദവി വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ശരി, ആദ്യത്തെ കാര്യം താങ്ക് യു. ആദ്യത്തെ കാര്യം ഞാൻ ക്ലിയർ ചെയ്തേ പറ്റൂ. ഓവർ ആംബിഷ്യസ് എന്ന് പറഞ്ഞ് നിങ്ങളാ പറഞ്ഞ കുറ്റം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല സാർ. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഒരു കാര്യം ക്ലിയർ ചെയ്യുവാണ്. ആംബിഷ്യസ് ആയിട്ടിരിക്കൂ, ഓവർ ആംബിഷ്യസ് ആയിട്ട് തന്നെ ഇരിക്കൂ. നിങ്ങൾ ഓവർ ആംബിഷ്യസ് ആയിട്ട് ഇരിക്കാത്തവരെ നിങ്ങളെ കൊണ്ട് ജയിക്കാനേ കഴിയത്തില്ല. ശരിക്കും ഈ ലോകത്തിലെല്ലാവരും ഒരു മനസാക്ഷി പോലും ഇല്ലാത്തവരാണ്. ജനങ്ങളെ നിങ്ങളെ പിന്നോട്ട് വലിക്കും, ഡീമോറലൈസും ചെയ്യും, ഡീമോട്ടിവേറ്റും ചെയ്യും. നിങ്ങൾ ഏത് സമയമാണോ ഓവർ ആംബിഷ്യസ് ആയിട്ടിരിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് പോലും കിട്ടത്തുള്ളൂ. നമ്മൾ എല്ലാവരുടെ അടുത്തും ഇതുണ്ടാവണം. അതുകൊണ്ട് ഞാൻ ഓവർ ആംബിഷ്യസ് ആയിട്ടിരിക്കുന്നത് നല്ലതാണെന്നേ പറയുള്ളൂ. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം. സർ, നിങ്ങൾ കുറച്ചു കാലം ആക്ടറായിട്ട് വരുന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾ ഭയങ്കര ഹാൻഡ്സമും ആണല്ലോ. എന്റെ ചോദ്യം എന്തെന്നാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പെൺകുട്ടി നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ക്യാമ്പയിനിങ്ങിൽ മാത്രമാണോ നിങ്ങൾ ഈ ചോദിക്കുന്നത്? ഒളിക്കരുത്, പറയൂ സാറേ. ഇല്ല, ബട്ട് ഫോർ സം റീസൺസ് എല്ലാവരും എൻ്റെ അടുത്ത് വരാൻ തന്നെ ശരിക്കും പേടിക്കും. എന്താണെന്നറിയില്ല. അത് എൻ്റെ ചുറ്റിനും അങ്ങനെ ഒരു വൈബ് ഉണ്ടോ എന്ന് പോലും ശരിക്കും എനിക്ക് അറിയത്തില്ല. അതുപോലെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ വല്ല സംഭവിച്ചാൽ ശരിക്കും ഞാൻ അങ്ങോട്ട് ബ്ലഷ് ആയി പോകും. അതാണ് സത്യം. താങ്കൾ കങ്കണ റണാവത്തിന്റെ കൂടെ സിനിമ ചെയ്യുന്ന സമയത്ത് താങ്കൾ ബ്ലഷ് ആയില്ലേ? 1-2 സീൻ എന്റെ കൈവശവും ഉണ്ട്. അത് ഓഡിയൻസിനെ ഞാൻ കാണിക്കാം. നിർത്തിക്കോളൂ. താങ്കൾ കുറച്ചുപോലും ബ്ലഷ് ആയിട്ടേ ഇല്ലല്ലോ. Look at me now. സാറിന്റെ മൂവിയിലെ ഡയലോഗ്സ് ഒക്കെ അപ്പം മറന്നു പോകുന്ന കേട്ടു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ എങ്ങനെയാ ഇത്ര വലിയ വലിയ സ്പീച്ച് ഒക്കെ കൊടുക്കുന്നത്? പറഞ്ഞത് കറക്റ്റ് ആണ്. ദിസ് യൂസ് ടു ഹാപ്പൻ. ആക്ച്വലി രജത് സർ, ഞാൻ ഈ സെറ്റിലോട്ടൊക്കെ പോകുമ്പോഴേ എനിക്ക് ഒരുപാട് ഡയലോഗ് പേപ്പേഴ്സ് ഇങ്ങനെ എടുത്തോണ്ടും തരും. പക്ഷെ ഞാനത് പറയുന്ന സമയത്ത് ഞാൻ 1.5 പേജ് അത് തീർക്കും. ഞാൻ അങ്ങോട്ട് സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതൊരു രാഷ്ട്രീയത്തിൽ ഇതാണ്. അത് ബേസിക്കലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. അതൊരു ശീലമായെന്നേ. അപ്പോൾ ഈ 1/2 മിനിറ്റിനുള്ള സീനൊക്കെ ഞാനൊരു 2.5-3 മിനിറ്റ് വരെ ഇങ്ങനെ വലിച്ച് സംസാരിക്കും. അതും ഒരു ശീലമായി പോയി അങ്ങ്. ശരിക്കും എനിക്കിതൊരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ ഡയലോഗ്സ് അത്ര ഓർമ്മയെ കാണത്തില്ല. പക്ഷേ ഈ സ്പീച്ചസ് ഒന്നും ഞാൻ ഒരിക്കലും ഓർമ്മ വെച്ചോണ്ടൊന്നും പോയി ഇരുന്ന് സംസാരിക്കത്തുമില്ല. മനസ്സിൽ എന്ത് തോന്നുന്നോ അത് ഞാൻ സംസാരിക്കും. ഇനിയും ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഇത്രയും യങ് ആയിട്ടുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡറാണ്. നിങ്ങൾ എന്നാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുക? ഞങ്ങളൊക്കെ കാണുകയല്ലേ, നിങ്ങളൊരു വലിയ നേതാവായി വളരുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നാണ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി മാറുക? ഒരുപക്ഷെ തീർച്ചയായിട്ടും ഇതിനുള്ള ഉത്തരം എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നേനെ. ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അത് തന്നെയാ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. നിതീഷ് കുമാർ എപ്പോ റിട്ടയർഡ് ആകും? എല്ലാം നമ്മൾ ജനങ്ങളുടെ കയ്യിലാണ്, പബ്ലിക് ഡൊമൈനിലാണ് ഉള്ളത്. ജനങ്ങൾ ആരെ റിജക്ട് ചെയ്യുന്നോ അവർ കാണത്തില്ല. പിന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നോ അവരെ കാണത്തുള്ളൂ. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ ബീഹാറിൽ നിന്ന് വരുന്നു. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വ്യത്യാസമായി എന്താണ് ചെയ്യാൻ വിചാരിക്കുന്നത്? പുതിയ പാർട്ടി വന്നാൽ നിങ്ങൾ വ്യത്യാസമായി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഓൾറെഡി ഞങ്ങൾക്കറിയാം നിതീഷ് കുമാർജിയും CM ആയിട്ട് ഇരുന്നിരുന്നു. നിങ്ങൾ CM ആയിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും വ്യത്യാസമായിട്ട് ചെയ്യുക? ഞാൻ ബീഹാർ ഫസ്റ്റ്, ബീഹാരി ഫസ്റ്റ് എന്നുള്ള മാനിഫെസ്റ്റോ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ബീഹാറിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മൾട്ടി ഡയറക്ഷണൽ സപ്പോർട്ടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. മൾട്ടി ഡയറക്ഷണൽ അപ്രോച്ചൊക്കെ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു ഭാഗത്ത് സ്റ്റഡീസും, അതാണ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം. ആക്ച്വലി ശരിയായ എഡ്യൂക്കേഷൻ വരാത്തവരെ ഈ ജാതിയും മതവും രാഷ്ട്രീയം മൂലം ജനങ്ങളിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ പഠിച്ചിരിക്കണം. എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ രജിത് സർ, ഇന്ന് ഞങ്ങളുടെ പിള്ളേർ പഠിക്കാനായിട്ട് കോട്ട വരെ പോകേണ്ടതുണ്ട്.
കോട്ടയിൽ പഠിക്കുന്നവനും ബീഹാരിയാ, അത് പറഞ്ഞു കൊടുക്കുന്നവനും ബീഹാരിയാ. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓണറും തീർച്ചയായിട്ടും ഒരു ബീഹാരി തന്നെ ആയിരിക്കും. പക്ഷെ സിസ്റ്റം മാത്രം രാജസ്ഥാൻ. എന്തുകൊണ്ട് ഇങ്ങനത്തെ സിസ്റ്റം മാത്രം പാട്നയിൽ ഉണ്ടാവാൻ പാടില്ല? ഇതെന്തുകൊണ്ട് ബാഗൽപൂരിലും ദർഭംഗയിലും മുസാഫറിലും ബീഹാറിലുള്ള ഓരോ ഡിസ്ട്രിക്ട്സിലും എന്തുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷണൽ ഒബ്സർവ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല? മറ്റൊരു കാര്യം, സ്റ്റേറ്റിന്റെ റവന്യൂ നമ്മളാണ് അത് അധികരിക്കേണ്ടത്. അതെങ്ങനെ അധികരിക്കും നിങ്ങൾ തന്നെ പറയേ. നമ്മൾ എത്ര അളവിനാ ബ്ലസ്ഡ് എന്ന് വെച്ചാൽ രജത് സർ, നമ്മുടെ സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ ടൂറിസത്തിന് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ അയോധ്യയിൽ ഒരു രാമന്റെ അമ്പലമാണ് കെട്ടിയിരിക്കുന്നത്. വിശ്വാസം ഒരു സൈഡിൽ ഇരിക്കട്ടെ, ആ വിശ്വാസത്തിനെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചത്. ഈ ചുറ്റിലുള്ള ഇടത്തിലുള്ള എക്കണോമിക്കൽ ലെവൽ എങ്ങനെയാന്ന് നോക്കണം. ഇവിടെ ഹോട്ടൽസ് ഉണ്ടാവും, റിസോർട്ട്സ് ഉണ്ടാവും, MNCs വരും. ഒരുപക്ഷെ അയോധ്യയിൽ ഇത്ര നല്ലൊരു രാമന്റെ അമ്പലം കെട്ടാനിരിക്കുവാണെങ്കിൽ എന്റെ അമ്മ സീതാദേവിയുടെ അമ്പലം സീതാമണിയിൽ എന്തുകൊണ്ടാണ് കെട്ടാൻ പാടില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നൗ ജസ്റ്റ് ഇമാജിൻ, ആ അമ്പലം കെട്ടിയതിന് ശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് വിശ്വാസമുള്ളവർ വരും, ഇല്ലാത്തവർ അങ്ങോട്ട് മാറിയിരിക്കൂ. അയോധ്യയ്ക്ക് സീതാമണിക്ക് നടുവില് 6 ലിങ്ക്സ് കോറിഡോറാണ് കെട്ടിയതെന്ന് വെച്ചാൽ രാമന്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുന്ന എല്ലാവരും എന്റെ സീതയുടെ അമ്മയുടെ അമ്പലത്തിലും വരും അങ്ങോട്ട്. അവിടെയാണ് ബൂത്ത് ഗയ ഉള്ളത്, ഗൗതമ ബുദ്ധയുടെ നാടാണത്. അത് നമുക്ക് വേൾഡ് ക്ലാസ് സിറ്റി ആയിട്ട് മാറ്റാം. ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഒക്കെ അവിടെ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഭഗവാൻ മഹാവീറിന്റെ ജന്മസ്ഥലമാണത്. ലജ്വാഡ്, പിന്നെ വൈശാലി അവിടെ ഇരിപ്പുണ്ട്, പിന്നെ ഗുരു ഗോവിന്ദ് സിംഗിന്റെ സ്ഥലമാണത്. എന്തോ ഒരു സർദാറും പിന്നെ സിക്കിലുള്ള ആൾക്കാരും അങ്ങോട്ട് വരുന്നതെന്ന് അറിയാവോ സർ? ഒരു പക്ഷേ ഇതൊക്കെ റിലീജിയസ് ടൂറിസം പ്ലേസ് ആയിട്ട് തന്നെ ഇത് ശരിക്കും വളർന്നു വരുവാണെങ്കിൽ റവന്യൂ ജനറേറ്റ് ആവാൻ സ്റ്റാർട്ട് ആവും. ഞങ്ങളുടേത് നോക്കുവാണെങ്കിൽ ശരിക്കും ഒരു അഗ്രികൾച്ചറൽ ഏരിയ ആണത്. എന്റെ അച്ഛൻ ഉണ്ടായിരുന്ന ഹജിപ്പൂരിൽ നോക്കുവാണെങ്കിൽ കർഷകരൊക്കെ അവിടെ ഹജിപ്പൂരിൽ, അതായത് ഈ മറ്റേ പച്ചപ്പഴമൊക്കെ നല്ല ഫേമസ് ആണ്. ഹജിപ്പൂരിൽ നിങ്ങൾ പോയാൽ അറിഞ്ഞിരിക്കും, ഹജിപ്പൂരിലുള്ള ആ പച്ചപ്പഴങ്ങളൊക്കെ ഡൗൺ സൗത്തിലോട്ട് പോകുമ്പോൾ അത് പിന്നെ ചിപ്സായി മാറും. അത് മാനുഫാക്ചർ ചെയ്യും, അത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് പിന്നെ അത് ചിപ്സായി മാറിപ്പോവും. ഒരുപക്ഷെ ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മൾ ഹാജിപ്പൂരിൽ തന്നെ വെച്ചിരുന്നാൽ അവിടെയുള്ള കർഷകന് നല്ല പൈസ കിട്ടിയേനല്ലോ. അവിടെ തന്നെ എല്ലാ പ്രോസസ്സിങ്ങും എല്ലാ പാക്കേജിങ്ങും നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. മാർക്കറ്റിങ്ങും അവിടെ സംഭവിക്കും. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ഇത് ലോകം മുഴുവനും ഫേമസ് ആക്കി എടുത്തല്ലോ. ഇപ്പൊ നമ്മുടെ മക്കാനയൊക്കെ അവിടെ തന്നെ ശരിക്കും പാക്കേജ് ചെയ്ത് എടുക്കുവാണെങ്കിൽ അത് പ്രോസസ് ചെയ്ത് മാർക്കറ്റിങ്ങും ചെയ്താൽ പിന്നെ ഈ കർഷകരുടെ അടുത്ത് ഒരുപാട് കാശൊക്കെ വരും. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ വെള്ളം വരുമ്പോൾ ശരിയാക്കുന്നത് തന്നെ ഞങ്ങളുടെ പകുതി ജീവിതം അങ്ങനെ പോവുകയാണ്. പകുതി ബീഹാർ ഇങ്ങനെയാണ്. ഞാൻ ജോത്സ്യനൊന്നുമല്ല, പക്ഷെ ഞാൻ എഴുതി തരാം സർ. ജൂലൈ വരട്ടെ സർ, എന്റെ പകുതി ബീഹാർ കഷ്ടത്തിലായിരിക്കും, പകുതി ബീഹാർ വെള്ളത്തിനും പോകും സർ. ഇതിനായിട്ടുള്ള പെർമനന്റ് സൊല്യൂഷൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണമല്ലോ സർ. മേക്കിംഗ് ഓഫ് റിവേഴ്സിൽ പോലും നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ സർ. നദിയൊക്കെ നമ്മൾ ഒരുമിപ്പിക്കണം. അതുമൂലം ഈ കഷ്ടപ്പാടൊക്കെ നമുക്ക് തീർക്കാൻ കഴിയും. ഒരുപാട് വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് വെള്ളമൊക്കെ ഡൈവേർട്ട് ചെയ്ത് എവിടെയൊക്കെയാണോ വെള്ളമില്ലാത്ത അവിടെയൊക്കെ നമുക്ക് വെള്ളം കൊടുക്കാം. ഇതുപോലത്തെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുവാണെങ്കിൽ, വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീഹാർ നമുക്ക് പിന്നെയും കൂടെ, ബീഹാർ എന്ത് കാര്യത്തിലാണോ ഗ്ലോറി ആയിട്ടിരുന്നത് ആ ഗ്ലോറിനെസ് നമുക്ക് പിന്നെ എടുത്തുകൊണ്ട് വരാൻ കഴിയും. ആ യൂണിവേഴ്സിറ്റി തന്നെ തിരിച്ചു കൊണ്ടുവരാം, ഹോസ്പിറ്റൽസ് കൊണ്ടുവരാം. ബീഹാറിലെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾ പോയി നോക്കണം, ഇതൊന്നും ഇല്ല ഞാൻ പറയുന്ന കാര്യം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഈ മൾട്ടി ഡയറക്ഷണൽ അപ്രോച്ച് ടാർഗറ്റ് ഓറിയന്റഡ് ആയിരിക്കും, ടൈം ബൗണ്ട് ചെയ്ത് നമ്മളിതൊക്കെ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. ഇതാണ് എന്റെ ചിന്തയിലുള്ളത്. ആൻഡ് ഇതൊക്കെ ജസ്റ്റ് ഫ്യൂ എക്സാമ്പിൾസ്. ആൻഡ് ആസ്ക് മീ എനി ക്വസ്റ്റ്യൻസ് ദാറ്റ് കൺസേണിംഗ് ബീഹാറിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഞാൻ തന്നെ തരാം. ഞാനിവിടെ പ്രശ്നങ്ങൾ പറയാനല്ല വന്നത്, ഞാൻ അതിനുള്ള ഉത്തരം പറയാനാണ് വന്നത്.